ഇനി തൃശ്ശൂർ കോടാലിയിലേക്ക് ഇവിടെയാണ് ഈ അഞ്ചാമത്തെ പാമ്പിനെയും കണ്ടത്. ഇന്നലെ അർദ്ധരാത്രി പരിശോധന നടത്തിയപ്പോഴാണ് ഈ പാമ്പിനെ കണ്ടത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോടാലിയിലെ ദൃശ്യങ്ങൾ നേരിട്ട് നമ്മോട് പറയാനുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്തെ, പറയൂ, ശരിക്കും എന്താണ് ഈ വീട്ടിനുള്ളിൽ ഇത്രയധികം പാമ്പിൻ്റെ എന്തെങ്കിലും മാളങ്ങൾ ഈ വീട്ടിനുള്ളിലുണ്ടോ? എന്താണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത്? SKN ഇന്നലെ രാത്രി 7 മണിയോടുകൂടി നടത്തിയ പരിശോധനയിൽ 4ാമത്തെ പാമ്പിനെയാണ് ആദ്യഘട്ടത്തിൽ ഈ വീടിൻ്റെ കിടപ്പുമുറിയുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയത്. അതിനുശേഷം നമ്മൾ ആ വാർത്ത നൽകി പരിശോധനകൾ വീണ്ടും നടത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ വന്ന് വീണ്ടും പരിശോധന നടത്തി. അപ്പോൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീണ്ടും വനംവകുപ്പ് സർപ്പ ടീം അടക്കം അവിടെ നിന്ന് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ സമയത്താണ് വീട്ടിലെ ശുചിമുറിയിൽ, ഈ കിടപ്പുമുറിയുടെ ശുചിമുറിയിൽ നിന്ന് വീണ്ടും ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ കണ്ടെത്തുന്നത്. അതായത് ഒരേ നീളം ഒരേ വലിപ്പം, അതായത് 2 മാസം മാത്രം പ്രായമുള്ള പാമ്പുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പാമ്പാണ് ആൾജോ എന്ന 8 വയസ്സുകാരനെ, അല്ലെങ്കിൽ ഈ പാമ്പുകളോടൊപ്പം ഉണ്ടായിരുന്ന പാമ്പാണ് ആൾജോ എന്ന 8 വയസ്സുകാരൻ്റെ ജീവനെടുത്തത്. അനോഷ് എന്ന 10 വയസ്സുകാരൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നതിന്, ആ പാമ്പ് കടിയേറ്റ് ആശുപത്രിയിൽ തുടരുന്നതിന് കാരണങ്ങളും ഈ പാമ്പുകൾ തന്നെയാണ്. എന്തായാലും ഈ അനോഷിൻ്റെ ആരോഗ്യനില ഇപ്പോൾ കുഴപ്പമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനോഷിനെ വാർഡിലേക്ക് മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു ആശുപത്രി അധികൃതർ. പക്ഷേ ഈ വീട് ഒരു പ്രശ്നം തന്നെയാണ്. ഈ വീടിനുള്ളിൽ കഴിഞ്ഞ ദിവസം വരെയും ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. എന്തായാലും ഈ പാമ്പിനെ നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊന്നിട്ടുണ്ട്. ഇനി ആ വീടിനുള്ളിൽ മുഴുവൻ പരിശോധനകൾ നടത്താതെ ആരും തന്നെ നിൽക്കേണ്ടതില്ല, കിടക്കേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ആശുപത്രിയിലല്ല ഇപ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉള്ളത്. അച്ഛനും അമ്മയും ഇപ്പോൾ വീട്ടിലല്ല ഉള്ളത്, ആശുപത്രിയിലാണുള്ളത് ഈ കുട്ടിയോടൊപ്പം. എന്തായാലും പരിശോധനകൾ ഇന്നും തുടരും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീടിൻ്റെ ചുറ്റുപാടും പറമ്പാണ്, അതിന് തൊട്ടുമുകളിൽ കാട്, വനഭൂമി, മലയോട് ചേർന്ന പ്രദേശമാണ്. എന്തായാലും കൃത്യമായ രീതിയിൽ ഈ വീടിനുള്ളിൽ നിന്ന് തന്നെ ഇത്രയധികം പാമ്പുകൾ, അത് ഞെട്ടിക്കുന്നതാണ്. പരിശോധനകൾ നടക്കുന്നു. ഏതെങ്കിലും ബാത്റൂമിൻ്റെ വല്ല ഹോളിലേക്കും പൊത്തിലും ഒളിച്ചിരിക്കുന്നുണ്ടോ ഈ പാമ്പുകൾ, ഇപ്പോഴും ഇരിപ്പുണ്ടോ, രാത്രികാലങ്ങളിൽ തണുപ്പ് തേടി ഇറങ്ങുകയാണോ, ഇരപിടിക്കാൻ ഇറങ്ങുകയാണോ എന്നൊക്കെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. ഞെട്ടിക്കുന്നതാണ്. ഒരു വീട്ടിൽ നിന്ന് പാമ്പ് കടിയേറ്റ് മരിച്ച ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് 5ാമത്തെ പാമ്പിനെയും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. SK. ഓക്കെ, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ ജാഗ്രത ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാലിക്കണമെന്നാണ് ഇത്തരം സംഭവങ്ങൾ നമ്മോട് പറയാതെ പറയുന്നത്. ഇനി കായംകുളത്തേക്കാണ്, അവിടെ വീട്ടമ്മ മരിച്ചു പാമ്പ് കടിയേറ്റ്. അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, വിശദാംശങ്ങൾ. ഇന്നലെ വൈകുന്നേരം 7:30 ബന്ധുവിന്റെ വിവാഹ സൽക്കാര ചടങ്ങ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ വാഹനത്തിനടുത്തേക്ക് പോകുന്ന വഴി സെലീന എന്ന ചേരാവള്ളി സ്വദേശിനിയെ പാമ്പ് കടിച്ചതായി പറയുന്നത്. പിന്നീട് ആശുപത്രിയിൽ, കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ ആൻജീവനം നൽകുന്നതിൽ ഒരു കാലതാമസം നേരിട്ടു എന്നുള്ളതാണ് പറയുന്നത്. അതായത് പാമ്പ് തന്നെയാണ് കടിച്ചതെന്ന് സ്ഥിരീകരിക്കാൻ ഡോക്ടർമാർക്കും ഒപ്പം സെലീനയ്ക്കൊപ്പം വന്നവർക്കും കഴിഞ്ഞിരുന്നില്ല. എന്തോ കടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് പാമ്പ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാഞ്ഞതോടെ ആൻജീവനം നൽകുന്നത് അല്പം താമസം നേരിട്ടു. ഏത് പാമ്പാണ്, വിഷം ഉള്ളിലുണ്ടോ എന്നറിയാതെ ആൻജീവനം നൽകുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി മറ്റ് പരിശോധനകളിലേക്ക് സെലീനയെ പറഞ്ഞയച്ചത് എന്നുള്ളതാണ് ആശുപത്രിയുടെ വിശദീകരണം. ആ പരിശോധനകളിലേക്ക് കടക്കും വഴിയാണ് വിറയൽ അനുഭവപ്പെട്ട ആശുപത്രിയിലെ ശുചിമുറിയിൽ വെച്ച് തന്നെ സെലീന മരണമടയുന്നത്. എന്തായാലും നിലവിൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് സെലീനയുടെ മൃതദേഹമുള്ളത്. അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ആരംഭിക്കും. എന്താണ് മരണ കാരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത പോസ്റ്റ്മോർട്ടത്തിലൂടെ വരികയുള്ളൂ. ചേരാവള്ളി സ്വദേശിനിയാണ്, ഒരു ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് സെലീന എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. SK. സത്യം പറഞ്ഞ കഷ്ടമായി. കൊറ്റംകുളങ്ങരയിൽ വെച്ചാണ് സലീനയ്ക്ക് കടിയേറ്റത്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത്രയും അധികം ചൂട് കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ പാമ്പുകൾ അസ്വസ്ഥതയോടെ പുറത്തിറങ്ങുന്നു. ആ അസ്വാസ്ഥ്യം മുഴുവൻ കടിച്ചാണ് പാമ്പ് തീർക്കുന്നതെന്ന് തോന്നുന്നു. ഇത്രയധികം ഒരു വെല്ലുവിളി നമ്മുടെ കാലാവസ്ഥയിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.